ഇന്നത്തെ എപ്പിസോഡിൽ നോറ എന്ന വ്യക്തിയുടെ മുഖം മൂടി ഒരിക്കൽ കൂടി വലിച്ചഴിക്കപ്പെടുന്നത് കാണുവാൻ സാധിച്ചു. പക്ഷേ നോറയ്ക്ക് മാത്രം അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും നോറയ്ക്കെതിരായിട്ട് തന്നെ സംസാരിക്കുന്നവരാണ്. കാരണം നോറ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു കള്ളത്തരത്തെ നോറ എത്ര ഭംഗിയായിട്ടാണ് സത്യമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. സംഗതി നമുക്കറിയാം. കഴിഞ്ഞ ദിവസത്തെ ആ ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റിന്റെ ടാസ്ക് ജിൻഡോയും നോറയും കൂടി കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ വീടിനകത്ത് നിർദ്ദിഷ്ട സമയത്തേക്ക് നടത്തുവാൻ കൊടുത്ത ഒരു ടാസ്ക്. ആ ടാസ്കിന്റെ ആദ്യോടന്തം യാതൊരു കാരണങ്ങളും കൂടാതെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു മാറി നിന്ന വ്യക്തിയായിരുന്നു നോറ. അതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ നോറ പറഞ്ഞ കള്ളത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടും നോറ ആ കള്ളത്തെ സത്യമാക്കി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നോറ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പുകവലിക്കാനുണ്ടെങ്കിൽ പോയത് ചെയ്യാം, അല്ല നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, അതിനുശേഷം ടാസ്ക് ആരംഭിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം അത് ചെയ്യാതെ കയറുമായിട്ട് കൂട്ടിക്കെട്ടിയതിനു ശേഷം ആദ്യം എന്നെ വലിച്ചുകൊണ്ട് സ്മോക്ക് റൂമിലേക്ക് അദ്ദേഹം പുകവലിക്കുവാൻ വേണ്ടി പോയി. സിഗരറ്റ് വലിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. സിഗരറ്റ് വലിക്കുന്ന ആ പുക എനിക്ക് ശ്വസിക്കേണ്ടി വന്നാൽ ആ സമയത്ത് തന്നെ ആസ്മയുടെ പ്രശ്നമുണ്ടാകും. അതുമാത്രമല്ല, എനിക്കൊരു കുഞ്ഞ് അനുജത്തി ഉണ്ടായിരുന്നു. അവരുടെ ഹാർട്ടിന്റെ വാൽവ് ചുരുങ്ങിയതായിരുന്നു, അതിന് ഒരു ഹോളും ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ അപ്പൻ പുകവലിക്കുന്നയാളായതുകൊണ്ട് ഉണ്ടായതാണെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയോട് എനിക്ക് വളരെയധികം വെറുപ്പാണ്, എനിക്ക് ഇഷ്ടമല്ല. നോറ ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ആർക്കും യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ നോറയെ കൂട്ടിക്കൊണ്ട് ജിൻഡോ സ്മോക്ക് റൂമിലേക്ക് പോവുകയും പുകവലിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞതാണ് ആർക്കും അംഗീകരിക്കുവാൻ കഴിയാത്തത്. ഈ പറച്ചിലുകളെല്ലാം ജിൻഡോ കേട്ടുകൊണ്ട് നിന്നു. അവസാനം ജിൻഡോയോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജിൻഡോ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നോറ പറഞ്ഞതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഞാനിവിടെ പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴും നോറ അതിനോട് സഹകരിക്കുന്നില്ല. ഒടുവിൽ ഞാൻ നോറയെ ചൊറിയുവാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ സിഗരറ്റ് വലിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ ഞാൻ സ്മോക്ക് റൂമിലേക്ക് നോറയും കൊണ്ട് പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് നോറയെ വിളിച്ചുകൊണ്ട് പോയി പുറത്തു പോയിട്ട് ഞാൻ പുഷപ്പ് അടിക്കുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അവിടെ പോയി എക്സർസൈസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ വെയിലത്ത് കൊണ്ടുപോയി ഞാൻ കുറച്ച് സമയം നിർത്തി. ഞാൻ എന്തെങ്കിലും ചെയ്യുവാൻ തുടങ്ങുന്ന സമയത്ത് ഉടനെ കൈക്ക് വേദന എടുക്കുന്നു, കയറ് മുറുകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സഹകരണം തന്നെയായിരുന്നു തുടക്കം മുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിന്നുകൊണ്ട് പച്ചക്കള്ളമാണ് നോറ പറയുന്നത്. ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരോടും ചോദിച്ചു നോക്ക്, ഞാൻ സ്മോക്ക് റൂമിൽ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് നോറ പറയുന്നത്. ജിൻഡോയുടെ വിശദീകരണങ്ങൾ കേട്ടിട്ട് ലാലേട്ടനും പറയുന്നുണ്ട് അതെ എന്ന്. ആ സമയത്ത് ജിൻഡോ വീണ്ടും പറയുകയാണ്, ഇവിടെ റെക്കോർഡുകൾ ഉണ്ടല്ലോ, ക്യാമറകൾ പരിശോധിക്കാമല്ലോ. ക്യാമറകൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ ശരിക്കും നോറ പെട്ടുപോയേനെ. അത് വേണ്ട എന്ന് ബിഗ് ബോസും ലാലേട്ടനും തീരുമാനിച്ചത് ഒരു നല്ല തീരുമാനമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ ടാസ്ക് നടക്കുമ്പോൾ തന്നെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് എന്തൊക്കെയാണ് നോറ അവിടെ പട്ടി ഷോ കാണിച്ചത് എന്നുള്ളത്. എന്നിട്ട് ആടിനെ പട്ടിയാക്കുന്നത് പോലെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, എന്നെയും കൊണ്ട് ബീഡി വലിക്കുന്ന മുറിക്കകത്തേക്ക് പോയി എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഇല്ലാത്തൊരു കാര്യം പ്രേക്ഷക ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത്. ഇവിടെ ജിൻഡോ ചെയ്തതെന്താണ്, നോറ പറഞ്ഞതെന്താണ്? ഒടുവിൽ തെളിവിന് വേണ്ടി പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. നോറയെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും വന്നില്ല എന്നുള്ളതാണ്. വെയിലത്ത് പോയി അവിടെ വെച്ച് അയാൾ എക്സർസൈസ് ചെയ്തു, അല്ലാതെ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം സിഗരറ്റ് വലിക്കാൻ വേണ്ടി സ്മോക്ക് റൂമിലേക്ക് നോറയെ വിളിച്ചു കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ചെന്നോ പോലും ഒരാൾ പോലും പറയുന്നില്ല. അതുമാത്രവുമല്ല, കിട്ടിയൊരവസരത്തിൽ നോറയ്ക്കെതിരായിട്ട് നല്ല ഒന്നാന്തരം അടി മറ്റൊരു വിഷയത്തിൽ കൂടി ജിൻഡോ അടിച്ചു കൊടുത്തു. അതായത് കിച്ചൺ ടീമിൽ ഒരുമിച്ചാണ് അവരെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇട്ടത്. കിച്ചൺ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ വന്നിട്ട് അത് ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ ബലമായിട്ട് അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ട് നോറ ആ ഡ്യൂട്ടികൾ ചെയ്തു. എന്നിട്ട് ലാലേട്ടൻ വന്ന സമയത്ത് പറഞ്ഞു, ഞാൻ കിച്ചണിൽ ജോലി ചെയ്യാതെ ഉഴപ്പി നടന്നതുകൊണ്ട് എന്നെ അവിടുന്ന് മാറ്റിയിട്ട് ഞാൻ ചെയ്യേണ്ട ജോലി നോറ ഏറ്റെടുത്ത് ചെയ്ത് തീർക്കുകയായിരുന്നു എന്നുള്ള കള്ളം കൂടി പറഞ്ഞു. നോറ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇരുട്ടത്തടി കിട്ടിയതുപോലെ ആയിപ്പോയി. നോറ ഇങ്ങനെ വാ പൊളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. കാരണം തിരിച്ചു മറുപടിയൊന്നും പറയുവാനില്ല. ഒടുവിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് നോറയ്ക്കെതിരെ ജിൻഡോ ശക്തമായി സംസാരിക്കുകയാണ്. ചെയ്യാത്ത കാര്യങ്ങൾ പറയരുത് നോറ, സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ലാലേട്ടനെ അപ്സരയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്സര എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആ സമയത്ത് അപ്സര പറഞ്ഞൊരു കാര്യമുണ്ട്, ജിൻഡോ ചേട്ടനാണ് ഗെയിമിൽ നോറയ്ക്കെതിരെ വന്നത്, അതുകൊണ്ട് തന്നെ ഇങ്ങരുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഇങ്ങനെ മാക്സിമം ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്നിട്ടും നോറ ആ ഗെയിമിനെ മാക്സിമം നിസ്സഹകരണം കൊണ്ട് ഇല്ലാതെയാക്കി കളഞ്ഞു. ലാലേട്ടൻ പറയുന്നു, നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നത് രസകരമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയല്ലേ? നോറ പറയുന്നു, ഞാൻ സഹകരിച്ചിട്ടുണ്ട്, അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തിട്ടുണ്ട്.
ഇത് കണ്ട ആൾക്കാർക്കറിയാം എന്തൊക്കെയാണ് നോറ അവിടെ ചെയ്തതെന്ന്. 1% പോലും ആ ടാസ്കിനോട് നീതി പുലർത്താത്ത വ്യക്തിയാണ് ഇപ്പോൾ പച്ചക്കള്ളം ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് അയാൾ ചെയ്തതെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, ലാലേട്ടൻ ഇതൊക്കെ എന്തിനു വേണ്ടിയായി ചോദിക്കുന്നതെന്നാണ് നമ്മുടെ സംശയം. വെറുതെ സമയം കളയാൻ വേണ്ടി ചുമ്മാതെ ചോദിച്ചിട്ട് അവസാനം ഒരു പണിഷ്മെന്റോ ഒന്നുമില്ല, ഒരു താക്കീത് പോലും കൊടുക്കാതെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നു ലാലേട്ട, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാരെ എഴുന്നേൽപ്പിച്ചു നിർത്തി ഇങ്ങനെ വിസ്തരിക്കുന്നത്? ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തെ ന്യായവും നീതിയും അന്യായവും എല്ലാം കേട്ടതിന് ശേഷം അതിനുമേലൊരു വിധി പറയണ്ടേ? ആ വിധി പോലും പറയാതെ അടുത്ത വിഷയത്തിനകത്തേക്ക് ലാലേട്ടനും അങ്ങ് പോവുകയാണ്. ഇതൊരു വല്ലാത്ത ജഡ്ജ്മെന്റ് തന്നെ. സത്യത്തിൽ ഈ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട് അതിനകത്ത് നീതിയും ന്യായവും അന്യായവും എല്ലാം കണ്ടിട്ടുള്ള പ്രേക്ഷകര് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിനകത്ത് എന്ത് തീരുമാനമായിരിക്കും കൈക്കൊള്ളുക എന്നുള്ളത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ലാലേട്ടൻ വന്നിട്ട് ഒരു തേങ്ങയും പറയാതെ അവരെ ഇരുത്തിയിട്ടങ്ങ് പോവുകയാണ്. സത്യം പറയാലോ, അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സങ്കടമാണ് തോന്നിയത്. പിന്നെ ജിൻഡോ കൃത്യമായിട്ട് കാര്യം പറയാനുള്ളത് പറഞ്ഞു. നോറയ്ക്ക് കള്ളം മാത്രമേ ഉള്ളായിരുന്നു മുമ്പിൽ, ആ കള്ളം തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അടിച്ചു വിടുകയും ചെയ്തു. നമ്മുടെ വീഡിയോയുടെയൊക്കെ കീഴിൽ വന്നിട്ട് നോറയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒത്തിരി കമന്റുകൾ ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് കാണണം എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. ഇതിനകത്ത് നോറയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ, ജിൻഡോയുടെ ഭാഗത്താണോ ന്യായം, ഇതൊക്കെ കൂടി നിങ്ങളൊന്ന് വിലയിരുത്തിയതിന് ശേഷം തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നട്ടല്ലൂരി ഏതെങ്കിലും ഒരാളിന് പണയം വെച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ പണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയതാ, അതുകൊണ്ട് ആ ഇഷ്ടം ഇനി ഒരിക്കലും മാറില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നല്ല പ്രേക്ഷകനല്ല എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവാണത്. എന്തായാലും ഇന്ന് കണ്ട വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.